ഒരു കുട്ടി സ്വന്തം അധ്യാപകനെ ഭീഷണിപ്പെടുത്തുന്നു അല്ലെ. ശരിക്കും അത് കണ്ടപ്പോൾ നല്ല വിഷമം തോന്നി. ഇന്നത്തെ കുട്ടികളൊക്കെ എന്താണ് എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, അതിന്റെ പുറകില് ആ കുട്ടി എന്ത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ട് അത്രയും ആങ്കറിൽ ആ കുട്ടി സംസാരിക്കണമെങ്കിൽ അതിന്റെ പുറകിൽ എന്താണുള്ളത് എന്നുള്ളത് ചിന്തിക്കുക. കാര്യം ടീനേജിലുള്ള പിള്ളേരൊക്കെ ഒരുപാട് സ്ട്രെസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാ കുട്ടികളെയും സംബന്ധിച്ച് വീട് എന്നുള്ളത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസ് ആയിരിക്കണം എന്നില്ല. എല്ലാ കുട്ടികളെയും സംബന്ധിച്ചിട്ട് അവരെ മനസ്സിലാക്കുന്ന ഒരു പാരൻസും ചുറ്റും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ കോളേജ് കാലഘട്ടത്തിൽ വീട്ടുകാരോടൊക്കെയും നാട്ടുകാരോടും വൈരാഗ്യത്തിലുണ്ടായിരുന്ന ഒരു സമയത്ത് അദ്ദേഹം സ്വന്തം അച്ഛനോട് പ്രതികാരം തീർക്കാനായിട്ട് എടുത്തൊരു തീരുമാനം, ആരെയെങ്കിലും തട്ടിക്കളഞ്ഞിട്ട് ജയിലിൽ പോവുക. അപ്പം ഫാദറിന്റെ റെപ്യൂട്ടേഷൻ തകർക്കാം, അതിലൂടെ പ്രതികാരം ചെയ്യണം എന്ന് ആലോചിച്ച് നടക്കുന്ന സമയത്ത് ഒരു മിസ് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു. അങ്ങനെ കുറച്ചൊന്ന് സപ്പോർട്ട് ചെയ്തു, ആവശ്യമുള്ള സമയത്ത് കേൾക്കാൻ തയ്യാറായി. ആ ഒരു ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം എന്നേക്കുമായിട്ട് മാറുകയാണ്. അപ്പോൾ ഒരു അധ്യാപകൻ, ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം മാറും. പക്ഷെ അത് ഒരു അധ്യാപകന് വളരെ എളുപ്പമാണ്, കുട്ടികളായിട്ട് കണക്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഒരു അല്പം കൈൻഡായിട്ട് ഇവരെ മനസ്സിലാക്കാനായിട്ട് അധ്യാപകർ ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.